നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഒന്നാം ഏകദിനം റാഞ്ചിയിൽ അവസാനിച്ചു. ത്രില്ലിംഗ് പോരാട്ടത്തിനൊടുവിലായിരുന്നു ഇന്ത്യയുടെ വിജയം. നമുക്കൊപ്പം MSK ഉണ്ട്. MSK 350 റൺസ് ടാർഗറ്റ് കൊടുത്തിട്ടും 17 റൺസിന് ഇന്ത്യക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത്ര അനായാസമായിരുന്നില്ല പെർഫോമൻസ്. തീർച്ചയായിട്ടും ഇന്ത്യ ശരിക്കും ഒരു വിറച്ച് തന്നെയാണ് ജയിച്ചത്. ഒരു ഘട്ടത്തിൽ ഇന്ത്യ തോക്കുമെന്ന് പോലും നമ്മൾ ഭയന്നിരുന്നു. കാരണം മാർക്കോ ജാൻസണും ബ്രീഡ്സ്കെയുള്ള ആ ഒരു പൊസിഷനിൽ അവർ കൃത്യമായിട്ടും ഇന്ത്യൻ ബോളർമാരെ അവരുടെ ഒരു ദുർബലത ചൂഷണം ചെയ്തൊരു സമയമായിരുന്നു. അവർ കൃത്യമായിട്ടും മികച്ച ഫോമിൽ കളിക്കുന്നു. ജാൻസന്റെ ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം കളി തുടക്കത്തിൽ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ 3 വിക്കറ്റുകൾ പോകുന്നു. അവരുടെ ഡീകോക്ക് ഫോമിലുണ്ടായിരുന്ന ഡീകോക്ക് പോകുന്നു. അവരുടെ ക്യാപ്റ്റൻ മാർക്രം ഔട്ടാവുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യയുടെ വരുതിയിലായിരുന്നു. കാരണം 350 പോലുള്ളൊരു വലിയൊരു സ്കോർ പടുത്തുയർത്തി. ആക്ച്വലി ഇതൊരു 375 എടുക്കാൻ പറ്റുന്ന ഒരു പിച്ചായിരുന്നു. പക്ഷേ ഇടയ്ക്ക് മധ്യനിരയിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ക്രീസിലുള്ള സമയത്ത് അവർ കൃത്യമായിട്ട് അങ്ങനെ പോയതാണ്. പക്ഷേ ഇടയ്ക്ക് മധ്യനിരയിലെ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെയും വാഷിംഗ്ടൺ സുന്ദറിൻ്റെയൊക്കെ മെല്ലെപ്പോക്ക് നമുക്ക് ആ ഒരു അത്രയും ഒരു 10-25 റൺസെങ്കിലും കുറച്ചിട്ടുണ്ട്. എങ്കിലും ഈ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ വിക്കറ്റുകൾ പോകുന്നു. 3 വിക്കറ്റുകൾ പെട്ടെന്ന് പോകുന്നു. പിന്നീടുള്ള ജാൻസണും ബ്രീഡ്സ്കെയുള്ള ആ ഒരു കൂട്ടുകെട്ടുള്ള സമയത്ത് അവർ കൃത്യമായിട്ടും ബ്രീഡ്സ്കെ കറക്റ്റായിട്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ജാൻസൺ അപ്പുറം നിന്ന് അടിച്ചു കളിക്കുകയാണ്. ജാൻസന്റെ ആ ഒരു വിക്കറ്റ്, കുൽദീപിന്റെ ആ ഓവറിൽ 2 വിക്കറ്റ് വീണതാണ് നിർണായകം. ഈ ജാൻസന്റെ കളി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കളി കണ്ടപ്പോൾ 2013 കാലഘട്ടത്തിൽ ജെയിംസ് വാൾക്കണർ എന്നുള്ള നമ്മുടെ ഓസ്ട്രേലിയയുടെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുള്ളി ഇന്ത്യക്കെതിരെ ഇതേപോലത്തെ ഒരു ഇന്നിങ്സ് പടുത്തുയർത്തിയിരുന്നു. ആ ഒരു 2013 മത്സരത്തിൽ ഇതേപോലെ രോഹിത് ശർമ്മ ഡബിൾ സെഞ്ചുറി അടിച്ച മത്സരമായിരുന്നു. 209 റൺസ് അടിച്ചു. അതുപോലെ ഇന്ത്യ 380-ലധികം റൺസ് സ്കോർ ചെയ്തു. ഇതേപോലെ തന്നെ തുടക്കത്തിൽ വിക്കറ്റുകൾ പോകുന്നു. ഓസ്ട്രേലിയ വളരെ വലിയൊരു മാർജിനിൽ തോക്കുമെന്ന ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് ഫാൾക്കണർ ക്രീസിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഒരു 72 ബോളിന് 7 സിക്സൊക്കെ അടിച്ചുകൊണ്ടൊരു സെഞ്ചുറി നേടുന്നു. ഇന്ത്യയെ വിറപ്പിച്ച് കീഴടക്കിയ ഒരു മത്സരം ഉണ്ടായിരുന്നു. ആക്ച്വലി ജാൻസന്റെ ഇന്നിങ്സ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഫാൾക്കണറിന്റെ ഇന്നിങ്സാണ്. എങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവരുടെ പ്രധാനപ്പെട്ട 3 താരങ്ങൾ ഈ പ്ലേയിങ് 11-ൽ കാരണം അവരുടെ നായകനായ ടെമ്പ ബാവമ കളിക്കുന്നില്ല. കേശവ് മഹാരാജ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കേശവ് മഹാരാജ് പ്ലേയിങ് 11-ൽ ഇല്ല. അതുപോലെ തന്നെ റബാഡ പ്ലേയിങ് 11-ൽ ഇല്ല. അപ്പം 3 പ്രധാനപ്പെട്ട താരങ്ങൾ അവരുടെ പ്ലേയിങ് 11-ൽ ഇല്ല. എങ്കിലും അവരുടെ യുവതാരങ്ങളൊക്കെ കൃത്യമായിട്ട് കളിച്ചു. ബ്രീഡ്സ്കെ നമുക്കറിയാം തുടർച്ചയായിട്ട് 50കൾ നേടിക്കൊണ്ട് റെക്കോർഡൊക്കെ സൃഷ്ടിച്ച മനുഷ്യനാണ്. അദ്ദേഹം ഈ മത്സരത്തിലും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു. അതുപോലെ ജാൻസൺ ഒരു ഡിഫറൻസ് ആയിട്ട് നിൽക്കുന്ന ആ കുൽദീപിൻ്റെ ഓവർ എന്ന് പറയുമ്പോൾ അതാണ് ശരിക്കും ഒരു ഡിഫറൻസ് ആയത്. കുൽദീപ് ആ പന്ത് തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കുൽദീപിൻ്റെ ഒരു ബ്രില്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. കാരണം പുള്ളി എവിടെ വരുന്ന പന്തുകളും കറക്റ്റായിട്ട്, അതായത് ലെങ്ത് പന്തുകൾ കൃത്യമായിട്ട് സിക്സറിന് പറത്തിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. കുൽദീപ് കുറച്ചുകൂടി ലെങ്ത് കുറച്ചിട്ടാണ് ആ പന്ത് എറിഞ്ഞത്. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ജാൻസന് കുറച്ചൊന്ന് ആയാസപ്പെട്ട് ലെഗ് സൈഡിലേക്ക് 6 നേടാനുള്ള ശ്രമമായിരുന്നു. അത് ക്യാച്ചായിട്ട് പോകുന്നു. ആ ഓവറിൽ തന്നെ ബ്രീഡ്സ്കെയും ഒരു അനാവശ്യ ഷോട്ടിന് മുതിരുന്നു. അടുത്ത വിക്കറ്റ് പോകുന്നു. ആ ഒരു വിക്കറ്റുകളാണ് ശരിക്കും സൗത്ത് ആഫ്രിക്കയെ തോൽവിയിലേക്ക് നയിച്ചത്. ഉറപ്പായിട്ടും അതിൽ കോർബിൻ ബോഷിന്റെ ഇന്നിങ്സും കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം അവസാന ഓവറുകളായപ്പോഴേക്ക് കോർബിൻ ബോഷ് ജയിപ്പിക്കുമെന്ന് തോന്നി. അടുത്തിരിക്കാതെ പരമാവധി പിടിച്ചെന്ന് 9 വിക്കറ്റ് ആയപ്പോഴും നമുക്ക് ജയിക്കുമെന്നൊരു പ്രതീക്ഷ ഇന്ത്യക്ക് പേടിയുണ്ടായിരുന്നു. ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാം പോലും കുറച്ച് നേരത്തെ ചെയ്യാന്ന് വിചാരിച്ചതാണ്. അതെ സത്യം. അവര് പക്ഷെ അത്രയും ഗംഭീരമായിട്ട് കൊണ്ടുപോയി. ഓൾ ഔട്ട് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ജയിക്കാനുള്ള സാധ്യത അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം കോർബിൻ ബോഷ് അത്രയും മികച്ച രീതിയിൽ തന്നെയായിരുന്നു ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നേരത്തെ ഒപ്പം തന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാർക്കോ ജാൻസൺ ടെസ്റ്റിൽ എങ്ങനെയാണോ കളിച്ചത് അതുപോലെ തന്നെ. കാരണം ഗോഹട്ടിയിൽ അദ്ദേഹത്തിന്റെ ഓൾറൗണ്ട് മികവ് നമ്മൾ കണ്ടതാണ്. അത് വൺഡേയിലേക്ക് വന്നപ്പോൾ വൺഡേയിലും അതേ മികവ് അദ്ദേഹം. പിന്നെ നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയ്ക്ക് ഓൾറൗണ്ട് ഒരുപാട് കാലിസ് മുതൽ അതിഗംഭീരമായ ഓൾറൗണ്ടേഴ്സിൽ വളർന്നു വന്ന മണ്ണാണ്. അതെ പൊള്ളോക്ക്. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ട് ആ ശ്രേണിയിലേക്ക്. ഉറപ്പായിട്ടും 25 വയസ്സായിട്ടുള്ളൂ ജാൻസന്. അപ്പോൾ ഒരുപാട് കാലം അദ്ദേഹത്തിന് മുന്നിലുണ്ട്. ഒപ്പം തന്നെ നമുക്കിന് ഇന്ത്യയുടെ പോസ്റ്റിലേക്ക് വരുമ്പോൾ, അതായത് കോഹ്ലിയും രോഹിത്തും 2027 വേൾഡ് കപ്പ് വരെ കളിക്കുമോ? രോഹിത്തിന് 40 വയസ്സ് കഴിയും, കോഹ്ലിക്ക് 39 വയസ്സാവുന്നുള്ള രീതിയിൽ ചർച്ചകൾ നടക്കുന്നതാണ്. അതിനുള്ള മറുപടി അവരിവിടെ തന്നെ കാണും. കോഹ്ലിയും രോഹിത്തും ഇവിടെ തന്നെ കാണും. കോഹ്ലിയെയും രോഹിത്തിനെയും പുറത്താക്കാൻ നടക്കുന്നവര്
27 വേൾഡ് കപ്പിൽ ഉണ്ടാവുമോ എന്നുള്ളത് ഇനി നോക്കിയാൽ മതി. കാരണം അത്രമാത്രം എന്ത് ഗംഭീര ഇന്നിങ്സാണ് കാഴ്ചവെച്ചത്. ഇപ്പോൾ രോഹിത്തിലേക്ക് വരുമ്പോൾ തുടർച്ചയായിട്ട് ബാക്ക് ടു ബാക്ക് 50കൾ വരുന്നു. സിഡ്നിയിൽ നിന്ന് കളിച്ചതിന് നേരെ തുടർച്ച തന്നെയാണ് റാഞ്ചിയിലേക്ക് അദ്ദേഹം വരുന്നത്. സിക്സറുകളുടെ എണ്ണത്തിൽ അദ്ദേഹം റെക്കോർഡ് ഇടുകയാണ്, അതും ഷാഹിദ് അഫ്രീദിയെ മറികടന്നുകൊണ്ട്. അപ്പോൾ TV സ്ക്രീനിൽ ആ റെക്കോർഡ് മറികടക്കുമ്പോൾ ആ പട്ടിക കാണിക്കുകയാണ്, എലൈറ്റ് ലിസ്റ്റ് കാണിക്കുകയാണ്. അടുത്ത ഒരു പ്ലെയർ ഇല്ല, ഒരു ഉടനെ ഒന്നും ആ റെക്കോർഡ് ഒരാളും പൊട്ടിക്കാൻ പോകുന്നില്ല സിക്സറിൻ്റെ കാര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് സിക്സറിൻ്റെ കുത്തക അത് രോഹിത്തിൻ്റെ അടുത്ത് തന്നെയാണുള്ളത്. T20 വൺ ഡേയിലായിക്കോട്ടെ രോഹിത്ത് കസ്റ്റഡിയിൽ വെച്ചാണ്. ഒപ്പം തന്നെ കോഹ്ലിയുമായിട്ടുള്ളൊരു പാർട്ണർഷിപ്പ്, നമ്മൾ ആ ഒരു കൂട്ടുകെട്ട് ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി കൂട്ടുകെട്ടൊന്നും ഉടനെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ കരുതിയായിരുന്നു. പക്ഷേ അത് കണ്ടിന്യൂസ് ആണ്. നമ്മൾ കഴിഞ്ഞ അതെ അതിന് നേരെ തുടർച്ചയായിട്ട് റോക്കോയുടെ മുഞ്ചൊന്നും പോയി പോകില്ല എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു അവരുടെ പെർഫോമൻസ്. അപ്പം തന്നെ കോഹ്ലിയിലേക്ക് വരുമ്പോൾ മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സ്, അതായത് ഏറെ ഒരുപാട് നാളത്തെ ഒരു ഇതിന് ശേഷമാണ് അദ്ദേഹം ഓസ്ട്രേലിയൻ സീരീസിലേക്ക് വരുന്നത്. വൺ ഡേ ഫോമാറ്റ് മാത്രമേ കളിക്കുന്നുള്ളൂ, അത്ര കണ്ട് ഫോമിലാവണം എന്നില്ല. കാരണം രോഹിത്തും അതേ ഫോമാറ്റിലെ കളിക്കുന്നുള്ളെങ്കിൽ പോലും രോഹിത്ത് NCAയിൽ ഉൾപ്പെടെ ഇവിടെ ആ കാര്യമായിട്ട് ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് അദ്ദേഹം ഡൊമസ്റ്റിക്കും കളിക്കാൻ പോയി. പക്ഷേ കോഹ്ലി അങ്ങനെ ആയിരുന്നില്ല, അദ്ദേഹം ലണ്ടനിലുമാണ് സ്ഥിരതാമസം ചെയ്യുന്നത്. പക്ഷേ കോഹ്ലിയുടെ ഓസ്ട്രേലിയക്ക് ഫസ്റ്റത്തെ 2 മാച്ചിൽ ഡക്കായപ്പോൾ എല്ലാവരും വലിയ രീതിയിൽ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചു. ഇല്ല, കോഹ്ലിയുടെ ക്ലാസ്സൊക്കെ പോയി എന്നുള്ള രീതിയിൽ. പക്ഷേ കോഹ്ലിയാണ്, കിങ് ആണ്, വൺസ് എ കിങ് ആൾവേസ് എ കിങ്, അതിലൊരു തർക്കവുമില്ല. അദ്ദേഹം സിഡ്നിയിൽ 74 റൺസ് എടുത്ത് റാഞ്ചിയിലേക്ക് വരുമ്പോൾ മാസ്റ്റർ ക്ലാസ് കോഹ്ലിയുടെ, നമ്മളെന്താണോ കോഹ്ലിയിൽ നിന്ന് കാണാൻ ആഗ്രഹിച്ചത് അതെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫ്ലിക്കുകൾ, കോർബിൻ ബോഷിന് ഒരു ഫ്ലിക്ക് അടിച്ച് അദ്ദേഹം അടുത്ത ബോൾ ഏത് രീതിയിൽ വരുമെന്ന് കോഹ്ലി ജഡ്ജ് ചെയ്യുന്നുണ്ട്. അതാണ് ആ ഒരു പ്യൂർ ബാറ്ററെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു സ്കില്ലെന്ന് പറയുന്നത്. അത് എക്സ്പീരിയൻസിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഒപ്പം സ്ട്രൈറ്റ് ഡ്രൈവ് ആയിക്കോട്ടെ എല്ലാം അതിഗംഭീരം തന്നെയായിരുന്നു. റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ്, വാഷിങ്ടൺ സുന്ദർ പോലും കോഹ്ലിയേക്കാൾ എത്രയോ എളുപ്പമുള്ള വാഷിങ്ടൺ സുന്ദറിന് ഓടിയെത്താൻ പറ്റുന്നില്ല. പക്ഷേ കോഹ്ലി 37-ാം വയസ്സിലും ആ ഒരു ഫിറ്റ്നസ്, അപ്പോൾ ഫോമും ഫിറ്റ്നസ്സും കോഹ്ലിയുടേത് ഒരേ ദിശയിലാണ് പോകുന്നത്. അതുകൊണ്ട് ഒരുപാട് നാൾ ഇവിടെ തന്നെ ഉണ്ടാവും. മാത്രമല്ല അദ്ദേഹം 52ാമത്തെ ഏകദിന സെഞ്ചുറിയാണ്. അപ്പോൾ ക്രിക്കറ്റിലെ ഗോട്ട് ആരൊക്കെന്നുള്ള കാര്യത്തിൽ പല തർക്കങ്ങളും ഉണ്ടാവും. അവിടെ സർ ഡോൺ ബ്രാഡ്മാൻ്റെ പേര് വരും, സച്ചിൻ്റെ പേര് വരും, കോഹ്ലിയുടെ പേരുകൾ പലരും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ പലരും. ODI ഫോർമാറ്റിൽ ഗോട്ട് ഒന്നേ ഉള്ളൂ, അത് കോഹ്ലി തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് അടിവരെ ഇരുന്ന പ്രകടനം തന്നെയാണ് കണ്ടത്. 52ാമത്തെ സെഞ്ചുറി വരുന്നു. ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരം എന്നുള്ള റെക്കോർഡ് അത് സച്ചിൻ്റെ പേരിലായിരുന്നു. ടെസ്റ്റിൽ അദ്ദേഹത്തിന് 51 സെഞ്ചുറിയും വൺ ഡേയിൽ 49, അങ്ങനെ 100 സെഞ്ചുറികളാണ്. കോഹ്ലി വൺ ഡേയിൽ മാത്രം ഇപ്പോൾ 52 സെഞ്ചുറി ആയിട്ട് ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി ഇടുന്ന താരം എന്നുള്ള റെക്കോർഡ്. അങ്ങനെ ഒരു പിടി റെക്കോർഡുകളാണ് റാഞ്ചിയിൽ സ്വന്തമാക്കി. ഭയങ്കര സന്തോഷം തോന്നി കോഹ്ലി ആ ഒരു രീതിയിൽ കളിക്കുന്നത് കണ്ടപ്പോൾ. സെഞ്ചുറി അടിച്ച ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഇത് എയറിൽ ചാടി മുഷ്ടി ചുരുട്ടി കൈ വീശി, പിന്നെ പതിവ് പോലെ ആ മാലയിലെ ലോക്കറ്റൊക്കെ ചുംബിച്ച് ഒരു ആരാധകൻ ഓടി വരുന്നുണ്ടായിരുന്നു. ഓടി വന്നപ്പോൾ തന്നെ കോഹ്ലിയുടെ കാലിലൊക്കെ തൊട്ട് പിന്നെ സെക്യൂരിറ്റിക്കാർ കൊണ്ടുപോയപ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ് തന്നെയായിരുന്നു ഒരു ഇന്ത്യൻ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം. അതെ, അതൊരു എന്താ പറയുക, ഐക്കോണിക് മൊമെന്റ് ആണ്. കോഹ്ലി ഇങ്ങനെ ആഘോഷിക്കുക. കാരണം മറ്റ് സെഞ്ചുറികളൊക്കെ അദ്ദേഹം നേടിയിട്ടുണ്ടെങ്കിലും ഈ സെഞ്ചുറി ആഘോഷിച്ച ആ സമയത്ത് എൻ്റെ ശ്രദ്ധ പിന്നെ പോയത് രണ്ട് പേരിലാണ്. ഒന്ന് കോഹ്ലിയുടെ ആഘോഷം, അദ്ദേഹം വായുവിൽ ഉയർന്നു ചാടിയിട്ടുള്ളൊരു ആഘോഷം. അതേ സമയത്ത് രോഹിത് ശർമ്മ പിന്നെ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് ആഘോഷിക്കുന്നത്. ഇത് ആർക്കും മറുപടി എന്നുള്ള ലൈനിൽ ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ ഒരു പ്രധാനപ്പെട്ട ആളപ്പോ സ്ക്രീനിൽ കാണിച്ചതുമില്ല. ഈ റോക്കോ ബാക്ക് എന്നൊക്കെ പറയുന്ന പോലെ നമ്മളിപ്പോൾ ഇവരുടെ ഒരു ഇന്നിങ്സ് കാണുമ്പോൾ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റാണ് ഹിന്ദിയിലെ സയ്യാര എന്നുള്ള സിനിമ. സയ്യാരയിൽ ആ പാട്ടുണ്ടല്ലോ, സയ്യാര എന്താ പാട്ടിന് പാട്ട് പറഞ്ഞാൽ മതി. അതായത് സയ്യാര തോ ബദലാൻ ഹീ തോ മോസം സരാ അങ്ങനെ തുടങ്ങുന്നൊരു പാട്ട്. അപ്പൊ അതിന്റെ മീനിങ് പോലും പിന്നെ അതായത് പിന്നെ ഈ നിങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല, ഋതുക്കളൊക്കെ മാറിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്കൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു സോങ്. ശരിക്കും ഈ സോങ് കറക്റ്റായിട്ട് ഒരു പക്ഷേ ഇപ്പം റീലായിട്ട് മറ്റൊക്കെ ഓടാനുള്ള സാധ്യതയുണ്ട് ഇവർ രണ്ടുപേരുടെയും റിയാക്ഷനൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ രോഹിത് ശർമ്മയുടെ മറുപടി അത് കൃത്യമായിട്ടും അദ്ദേഹം എന്താണ് വാക്കുകളായിട്ട് ഉച്ചരിച്ചതെന്ന് നോക്കുമ്പോൾ അത് ആർക്കൊക്കെയോ ഉള്ളൊരു മറുപടി തന്നെയാണ്. കാരണം ഇന്ന് പോലും മറ്റൊരു വാർത്തയുണ്ടായിരുന്നു, ഇവരുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് അഗാർക്കർ ചീഫ് സെലക്ടറായ അഗാർക്കർ ഒരു പുതിയൊരു മീറ്റിംഗ് കൂടി വിളിക്കുന്നുണ്ട്, ഇവരുടെ ഭാവി എന്തെന്നുള്ളത്. ശരിക്കും നേരത്തെ ജയേഷ് പറഞ്ഞ ഒരു കാര്യത്തിൽ, അതായത് ഇവരിവിടെ തന്നെ ഉണ്ടാവും, അഗാർക്കർ 2027 ഉണ്ടാവും എന്നുള്ളതൊരു അഗാർക്കറായാലും ഗംഭീറായാലും എനിക്ക് തോന്നുന്നു അടുത്ത T20 വേൾഡ് കപ്പ് വരെ ഒരു നോട്ടോ. T20 വേൾഡ് കപ്പിൽ ബെറ്റർ പെർഫോമൻസ് അല്ലേ, അത് ഇന്ത്യയിൽ നടക്കുന്ന മത്സരം കൂടിയാണ്.
കിരീടത്തിൽ കുറഞ്ഞ എന്ത് വന്നു കഴിഞ്ഞാലും അതൊരു സാക്കിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ ഇന്നിങ്സ് കൊണ്ടുപോകുന്ന ഒരു സ്റ്റൈല് ഇപ്പൊ വിരാട് കോഹ്ലി നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട്. 2008 മുതൽ ആങ്കറിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ ആങ്കറിങ് കൃത്യമായിട്ട് ശരിക്കും അവർ രണ്ടുപേരും ക്രീസിലുള്ള സമയത്ത് അവർ കൃത്യമായിട്ട് ബൗണ്ടറികൾ കണ്ടെത്തുന്നു, സിക്സറുകൾ അടിക്കുന്നു, ബോൾ കൃത്യമായിട്ട് ബാറ്റിലേക്ക് വരുന്നു. പക്ഷെ അവർ ഔട്ടായതിനു ശേഷം ഋതുരാജ് ഗെയ്ക്വാദും വാഷിംഗ്ടൺ സുന്ദറൊക്കെ പതറിയ KL രാഹുൽ പോലും തുടക്കത്തിൽ ഒരുപാട് പന്തുകൾ മുട്ടിയിട്ട് കണ്ടിട്ടുണ്ട്. കാരണം അവർ ഔട്ടാകുമ്പോഴത്തേക്കും ഈ പിച്ച് മൊത്തം മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്ക് തോന്നിയൊരു ഇന്നിങ്സ് ആയിരുന്നു. പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ വിരാട് കോഹ്ലി എന്നുള്ളത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഗോട്ട് എന്ന് അറിയപ്പെടുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായുള്ളൊരു ഉദാഹരണമാണ്. ജയേഷ് പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് വിയോജനക്കുറിപ്പുണ്ട്. കാരണം ഏകദിനത്തിലെ ഗോട്ട് എന്നുള്ളത് ഇപ്പോഴും ഞാൻ കരുതുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ് എന്നാണ്. കാരണം അത്രയും ബില്യൺ കണക്കിന് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് അത്രയും ആ ഒരു കാലഘട്ടത്തിൽ അത്രയും വലിയ പേസർമാരെയും അത്രയും വലിയ ബോളേഴ്സിനെയും നമുക്ക് ഗോട്ടുകൾ രണ്ടായിട്ട് പറയാൻ പറഞ്ഞതിൽ ഒരു ചെറിയ റെക്കോർഡ് കൂടി ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നു പോയതാണ്. അതായത് സെഞ്ചുറികൾ വിജയത്തിലേക്ക് കൺവേർട്ട് ചെയ്തതിൽ നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഇതുള്ളത് റെക്കോർഡുള്ളത് വിരാട് കോഹ്ലിക്ക് തന്നെയാണ്. അപ്പൊ വിരാട് കോഹ്ലി സെഞ്ചുറി അടിക്കുന്ന മാച്ചുകൾ പരമാവധി ഇന്ത്യ വിജയിക്കുന്നു. സച്ചിൻ ഈസ് ദേർ. അല്ല, സച്ചിൻ നമ്മൾ ഒരിക്കലും വില കുറച്ചാണല്ലോ അദ്ദേഹം. യെസ്, പക്ഷേ ഈ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ രണ്ട് വേണമെങ്കിൽ മോഡേൺ ഡേ ഗോട്ട് എന്ന് പറയാം സച്ചിൻ. ഓക്കെ, ഇനിയിപ്പോ MSK വേണമെങ്കിൽ അതിന്റെ പേരില്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ കളി എങ്ങനെ കാണുന്നു, അതായത് ഇന്ത്യയുടെ ഈ ജയത്തെ എങ്ങനെ കാണുന്നു? ബൗളിംഗ് യൂണിറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, അതായത് അതിൽ ഒരു പോസിറ്റീവ് സാധനം കൂടി പറഞ്ഞുകൊണ്ട് പോകാൻ തോന്നുന്നു. ഹർഷിത് റാണ സ്ഥിരമായിട്ട് ഏറെ കയറുന്ന ഒരാളാണ്. അഗർക്കറിന്റെയും ഗംഭീറിന്റെയും മാനസപുത്രൻ എന്നൊക്കെയുള്ള രീതിയിൽ ഇടക്കാലത്ത് റാണയ്ക്കെതിരെ ഒരുപാട് ട്രോൾ വന്ന സമയത്ത് അവൻ കുഞ്ഞല്ലേ, അവൻ എന്തിനാണ് ഇങ്ങനെ ട്രോളുന്നത് എന്നുള്ള രീതിയിൽ ഗൗതം ഗംഭീർ തുറന്നൊരു പ്രസ്താവന വരെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു മാനസപുത്രൻ എന്നുള്ള പേര് അവിടെയുണ്ട്, എല്ലാ ഇതിലും കളിപ്പിക്കുന്നു എന്നുള്ള രീതിയിലുണ്ട്. പക്ഷേ ODIയിലേക്ക് വരുമ്പോൾ ഇന്നലെ നമ്മൾ ടാക്ടിക്സിൽ സംസാരിച്ചിരുന്നു, ODIയിലേക്ക് വരുമ്പോൾ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഹർഷിത് റാണ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് ഈ വർഷം മാത്രം ഇപ്പോൾ 18 വിക്കറ്റുകളായിട്ടുണ്ട്. മികച്ച രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ അത്രയും നല്ല ടാർഗറ്റ് 350 മേലൊരു ടാർഗറ്റ് തേടിയിറങ്ങുന്നവരെ രണ്ടാമത്തെ ഓവറിൽ തന്നെ 3 പന്തിൻ്റെ വേളയിലാണ് 2 പ്രധാന ബാറ്റർമാരെ അദ്ദേഹം മടക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഡിക്കോഗിനെതിരെ എറിഞ്ഞ പന്ത് നല്ല പന്തായിരുന്നു. അപ്പോൾ അത്തരത്തിൽ 3 നിർണായക വിക്കറ്റുകൾ അദ്ദേഹം, അതിൽ തന്നെ ഡെവാൾഡ് ബ്രേവിസ് ലാസ്റ്റ് 2 സിക്സൊക്കെ അടിച്ച് നല്ല ടച്ചിൽ നിൽക്കുകയായിരുന്നു. ബ്രേവിസിൻ്റെ വിക്കറ്റും ഹർഷിത് റാണയ്ക്കാണ്. ഹർഷിത് റാണ അടുത്ത 3 വിക്കറ്റും ക്രൂഷ്യൽ തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഓക്കെ, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ഒരാൾക്ക് അവസരങ്ങൾ ഒരുപാട് കിട്ടി അയാളെ ടീമിൽ സ്ഥിരപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ നോക്കുമ്പോൾ അവസാനം കളിച്ച് നമ്മളിപ്പം വെറുത്ത് അവസാനം കുട്ടിശങ്കറിനോട് ഇഷ്ടം തോന്നുന്നു എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് കളിച്ച് അദ്ദേഹം ODIയിൽ ഫോമിലാണ് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായുള്ള ഗുണം തന്നെയാണ്. അപ്പം മാത്രമല്ല, ഇപ്പോൾ ബുംറ അടക്കമുള്ള താരങ്ങൾക്ക് ഈ വർക്ക് ലോഡ് പ്രഷർ എന്നുള്ള രീതിയിൽ കുറെ മുന്നേ തന്നെ BCCI കൃത്യമായിട്ട് ഇടവേളകളിൽ റെസ്റ്റ് കൊടുക്കാറുണ്ട്. ആ ഒരു റെസ്റ്റ് ഗ്യാപ്പിൽ വന്ന പ്ലെയറും കൂടിയാണ് ഹർഷിത്. അദ്ദേഹം പ്രൂവ് ചെയ്യുന്ന താരങ്ങൾക്ക് തീർച്ചയായിട്ടും അവസരങ്ങൾ കൊടുക്കുന്നതിൽ ഇങ്ങനെ അവസരങ്ങൾ കിട്ടാത്ത പലരും ഉണ്ട്. അവർക്ക് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെയുള്ളത് ഈ ഒരു ജയം എന്ന് പറയുമ്പോൾ നമ്മൾ ടെസ്റ്റ് പരമ്പര തോറ്റതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ODIയിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും എത്തുന്നു, സീനിയർ പ്ലേയേഴ്സ് എത്തുന്നു. അപ്പോൾ ഈ ഒരു ജയം ശരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, അവരുടെ എനർജിയും ആത്മവിശ്വാസമൊക്കെ കൂട്ടുന്ന ഒരു സംഭവം. പോസിറ്റീവാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ടാക്ടിക്സിൽ നമ്മൾ ചർച്ച ചെയ്ത് തന്നെയായിരുന്നു, മോർണിംഗ് വർക്കിൽ രോഹിത്തിൻ്റെയും വിരാടിൻ്റെയും വരവിനെ ഫ്രഷ് എനർജി കിട്ടി എന്നുള്ളതാണ് പറയുന്നത്. അതുതന്നെയാണ് നമ്മൾ വൻ തോൽവി, അതായത് ചെറിയ തോൽവിയൊന്നുമല്ല, വൈറ്റ് വാഷ് ആയിരുന്നു. അതിൽ തന്നെ റൺ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പരാജയം. അങ്ങനെ വലിയ നാണക്കേടിൽ നിൽക്കുന്ന സമയത്താണ് അധികം വൈകാതെ തന്നെ ODI സീരീസ് തുടങ്ങുന്നത്. അതിൽ ഒരു ത്രില്ലിംഗ് മാച്ചിനൊടുവിൽ അവസാന നിമിഷം വരെ അവർ പോരാടിയെങ്കിൽ പോലും ഒരു ത്രില്ലിംഗ് മാച്ചിനൊടുവിൽ ഒരു 350 അടുത്ത സ്കോർ വന്നൊരു മാച്ചിൽ ഇന്ത്യ വിജയിച്ച് കാണുന്നത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. മാത്രമല്ല, ഇനി 2 മത്സരം കൂടിയാണ് ബാക്കിയുള്ളത്. അത് തീർച്ചയായിട്ടും 2 മത്സരങ്ങളും കൂടി സ്വന്തമാക്കിക്കൊണ്ട് ടൈറ്റ് ആയിരിക്കും. എന്നാൽ പോലും ഒരു വൺ ഡേയിൽ ഒരു വൈറ്റ് വാഷ് നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇന്ത്യക്ക് ഒരു ആശ്വാസം കിട്ടുമെന്ന് തോന്നുന്നു. മാത്രമല്ല, അതിനുശേഷം ഇനിയൊരു 5 T20 മത്സരങ്ങൾ കൂടി വരാനുമുണ്ട്. പക്ഷേ ഇത് ഒരേ സമയം സൗത്ത് ആഫ്രിക്കക്കും ആത്മവിശ്വാസം പകരുന്ന ഒരു മത്സരം തന്നെ. കാരണം അവരുടെ എല്ലാ അതായത് അവരുടെ ഫസ്റ്റ് 4 ബാറ്റർമാർ കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഒരുവിധം 30-ന് മുകളിൽ റൺസ് സ്കോർ ചെയ്ത മത്സരമാണ്. അവർ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ശരിക്കും ഇന്ത്യയിൽ വന്ന് ഇത്രയും എനർജിയോടെ, ഇത്രയും ഫൈറ്റിംഗ് സ്പിരിറ്റോട് കൂടി അവർ കളിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പിന്നെയുള്ളത് നമ്മുടെ ക്യാപ്റ്റൻ
ക്യാപ്റ്റൻസിയും ഒരു വിഷയമായിട്ട് ഈ മത്സരത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പല സമയത്തും KL രാഹുൽ എന്നുള്ള ക്യാപ്റ്റൻ എന്താണ് കൊടുക്കേണ്ടത് എന്നറിയാതെ, ആർക്ക് ബോൾ കൊടുക്കണം എന്നറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ജാൻസന്റെ വരുന്ന സമയത്ത്. പക്ഷെ ആ സമയത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം, വളരെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ. അതെ, ആ സമയത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം, ആ സമയത്ത് രോഹിത് ശർമ്മ ഇടപെട്ടിട്ട് പിന്നെ ഈ നിർദ്ദേശം കൊടുക്കുന്നു. രോഹിത് ശർമ്മ കൂട്ടത്തിൽ എല്ലാവരോടും വളരെ പിന്നെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, ടിപ്സ് കൊടുക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ മുൻ നായകൻ എന്നുള്ള നിലക്കുമ്പോൾ ഇപ്പം ഈ വിരാട് കോഹ്ലിയുടെ എനർജി പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഈ മത്സരത്തിൽ ഏറ്റവും നന്നായി ഫീൽഡ് ചെയ്ത രണ്ടുപേർ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കൂടിയാണ്. അപ്പോൾ അവർ ബാറ്റിങ്ങിൽ അത് ഫീൽഡിങ്ങിലേക്കും വരുന്നത് ഭയങ്കരമായിട്ട് അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടല്ലോ. സാധാരണ കോഹ്ലി അഗ്രഷൻ ആയാലും കോഹ്ലി എല്ലാ ഇമോഷനും കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ രോഹിത് അങ്ങനെ ആയിരുന്നില്ല. ഇന്ന് അവസാന ക്യാച്ച് എടുത്ത ശേഷം പുള്ളിയുടെ സെലിബ്രേഷൻ തന്നെ ഒരു വ്യത്യസ്തമായിരുന്നു. അപ്പം അത്തരത്തിൽ അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കറിയാം അവർ ഒരു സമയമുണ്ട്, ആ സമയം കൃത്യമായിട്ട് അവർ വിനിയോഗിക്കുന്നു. അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറുപടിയെങ്കിൽ മറുപടി എന്നുള്ള രീതിയിൽ തന്നെ അവർ രണ്ടുപേരും ആഘോഷിക്കുകയാണ്. അത് കാണാൻ തന്നെ ട്രൂ ക്രിക്കറ്റ് ഫാൻ എന്നുള്ള എനിക്ക് വലിയ സന്തോഷമുണ്ട് നമുക്ക്, അല്ലേ? ആക്ച്വലി ഇനിയിപ്പോൾ നമുക്ക് അറിയാനുള്ളത്, ഈ വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ചതിന് ശേഷം ഈ വാക്കുകളൊക്കെ നമ്മളിപ്പം പിന്നെ വീഡിയോ കണ്ടിട്ട് വാക്കുകൾ ഡീകോഡ് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ രോഹിത് ശർമ്മ എന്താണ് പറഞ്ഞത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ദേഷ്യപ്പെട്ട് പറയുന്നത് ആ സമയത്ത് ഒരു ആരാധകൻ ഓടി വന്ന് സെഞ്ചുറി അടിച്ച ഉടനെ തന്നെ എനിക്കത് തോന്നുന്നില്ല, ആരാധകൻ ഓടി വന്ന് കാലിൽ വീണു. അപ്പൊ അതിലെന്തെങ്കിലും കമന്റ് അടിച്ചാവാനാണ് സാധ്യത. അർഷദീപ് അത് കേട്ട് ചിരിക്കുന്നുണ്ട് തൊട്ടടുത്ത് നിന്ന്. പക്ഷേ എനിക്കത് ഗംഭീരമുള്ള മറുപടി ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം അതൊരു തെറിവാക്കാണോ എന്ന് പോലും സംശയമുണ്ട്. കാരണം ആ ഒരു എക്സ്പ്രഷൻ, അത്തരം തെറികള് കളത്തിൽ തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. സ്റ്റെമ്മൈക്കൊക്കെ എത്രയോ തവണ പിടിച്ചില്ല. ഒരു ആരാധകൻ വന്ന് വിരാട് കോഹ്ലിന്റെ കാലുമിൽ വീഴുന്നുണ്ടെങ്കിൽ അത് പിന്നെ രോഹിത് ശർമ്മ അതിനൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹം സെഞ്ചുറി അടിക്കുന്നു. ഇതിന് തൊട്ട് കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു അഗാർക്കർ പിന്നെ പുതിയൊരു കമ്മിറ്റി കൂടി ഇവരുടെ ഭാവിയെ കുറിച്ച് കമ്മിറ്റിക്ക് ഒരു കുറവില്ല, ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നു, ഇഷ്ടംപോലെ മീറ്റിങ്ങുകൾ നടത്തുന്നു. പക്ഷേ എന്തിനാണ് ഇത്രയും ഇവർക്ക് പ്രഷർ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. റൈറ്റ്. എത്ര പ്രഷറായി കഴിഞ്ഞാലും എക്സ്പീരിയൻസ് തന്നെയാണ്. അതവർ വർഷങ്ങളായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇന്നും കാണിച്ചു തന്നു എന്താണ് കോഹ്ലി എന്നും എന്താണ് രോഹിത് എന്നുള്ളത്. തീർച്ചയായിട്ടും എന്തായാലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുണ്ടാവും ഇന്നത്തെ ഒരു മത്സരത്തിൽ. കാരണം ഒരു ഹൈ സ്കോറിംഗ് മാച്ച് പിറന്നു. ഒരു ത്രില്ലിംഗ് മത്സരത്തിനൊടുവിൽ തന്നെയാണ്, T20യുടെ എല്ലാവരും ആവേശം നിറഞ്ഞൊരു മത്സരത്തിനൊടുവിൽ തന്നെയാണ് റാഞ്ചിയിലെ ആദ്യ ഏകദിനം ഇന്ത്യ സ്വന്തമാക്കിയത്. ഇനി രണ്ടാം ഏകദിനത്തിൽ കാണാം. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. നമസ്കാരം.